ഹലോ ഫ്രണ്ട്സ്, 9ാം ക്ലാസ്സൊക്കെ തുടങ്ങി, സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. സിലബസ് മാറിയതിൻ്റെ എല്ലാവിധ ആശയങ്ങളും മുഴുവനായിട്ട് വിട്ടുമാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പാഠഭാഗങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളോടൊപ്പം സൈലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 8ാം ക്ലാസ് വരെ ഒരു ഉത്തരമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജ് സബ്ജക്റ്റ് ഇങ്ങനെയുള്ളത്. പക്ഷേ കെമിസ്ട്രിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇതുവരെ ടഫാണ് എന്ന് പറയാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് 8ാം ക്ലാസ് വരെ കെമിസ്ട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മക്കൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. 9ാം ക്ലാസ്സിൽ നിങ്ങൾ കെമിസ്ട്രി എങ്ങനെ പഠിക്കുന്നോ അതായിരിക്കും ഇനി ഭാവിയിൽ നിങ്ങൾക്ക് ഈ കെമിസ്ട്രി വില്ലനാവണോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനാവണോ എന്ന് തീരുമാനിക്കുക. ഓക്കെ, ഞാൻ വലിയ ക്ലാസ്സുകളിലുള്ള കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത്, അവർ സംശയങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത്, അവർ കെമിസ്ട്രി ടഫാണെന്ന് പറയുന്ന സമയത്ത് അനലൈസ് ചെയ്തൊരു കാര്യം, 9ാം ക്ലാസ് അവർ കൃത്യമായി പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബിക്കോസ് SSLCയെയും +1നെയും +2നെയും എത്രത്തോളം നമ്മുടെ ചുറ്റുപാട് നമ്മളോട് പറയുന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നോ അത്രയൊന്നും നമ്മളോട് 9ാം ക്ലാസ്സിനെ കുറിച്ച് പറയാറില്ല. ഈ കാരണം കൊണ്ട് തന്നെയാണ് 9ാം ക്ലാസ് വേണ്ട രൂപത്തിൽ ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ മേലോട്ട് ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പഠിക്കാത്തവരാണ്, എനിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ സബ്ജക്റ്റൊക്കെ ടഫാവുന്നത് എന്നുള്ളത്. പക്ഷേ 9ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഇനി വരുന്ന +1, +2, അതിന് മുമ്പ് വരുന്ന SSLC, ഇതിലൊക്കെ തന്നെയും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. എസ്പെഷ്യലി കെമിസ്ട്രിയുടെ കാര്യത്തിൽ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ് കെമിസ്ട്രിയുടെ ഏറ്റവും നല്ല വഴി എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ പഠിക്കുന്നത് ഫിസിക്സിലും ബയോളജിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും നിങ്ങൾ പഠിക്കുന്നത്. പക്ഷേ കാണാത്ത ലോകത്തെ, മായാലോകത്തെ പറ്റിയുള്ള സ്റ്റഡിയാണ് കെമിസ്ട്രി. ആറ്റം, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഭയങ്കര ഇമാജിനറി പവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കെമിസ്ട്രി എളുപ്പമാവുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, കെമിസ്ട്രിയിലെ ഓരോ പാഠഭാഗങ്ങളും അതിൽ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കെമിസ്ട്രി നല്ല എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഭാവിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇതല്ലാതെ മാർക്കിന് വേണ്ടി മാത്രം നിങ്ങൾ കെമിസ്ട്രി പഠിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ 9ാം ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പാസ്സായി പോകണം, 10ാം ക്ലാസ്സിൽ എത്തിയിട്ട് നല്ല രൂപത്തിൽ നോക്കാം, ഈ രൂപത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കെമിസ്ട്രി നിങ്ങൾക്ക് വില്ലനായി മാറും. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, ഇനി എന്താ ചെയ്യുക, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഞങ്ങളുടെ കയ്യിലില്ലല്ലോ സാർ, കഴിഞ്ഞ വർഷത്തെ കുട്ടികളോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ സാർ, ഒരു പ്രശ്നവുമില്ലടാ, ഞങ്ങളില്ലേ നിങ്ങളെ കൂടെ. നിങ്ങൾ ധൈര്യമായിട്ട് ഞങ്ങളെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യൂ. നിഞ്ച ബാച്ചിലുള്ള കുട്ടികളോട് ചോദിച്ച് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ബിക്കോസ് അവർ പറയുന്ന എക്സ്പീരിയൻസ് എന്താ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ബിക്കോസ് ഞങ്ങൾക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് ആണ് ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾ പഠിപ്പിക്കുന്നത് അത്രയ്ക്കും മനസ്സിലാവുന്നുണ്ട്, അവർ എൻജോയ് ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് പഠിക്കേണ്ടതുണ്ട്. കെമിസ്ട്രിയല്ല, എല്ലാ സബ്ജക്റ്റും ഞങ്ങൾ എളുപ്പമാക്കി തരും. അപ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളും കൂടുക. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഓൾ ദ ബെസ്റ്റ്.